last day we have stopped at a remark that if f belong to L2R, then we cannot define f hat by the pointwise formula because the integral may not be absolutely convergent. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഒരു സീക്വൻസ് means we have to go for some other alternative to define the transform of a function f belong to L2R. സ്ക്വയർ ഇൻ്റഗ്രബിൾ ആയ ഒരു ഫംഗ്ഷൻ്റെ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യാൻ നമ്മൾ ഏതെങ്കിലും ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് നമ്മളിതിൽ ഈ ഒരു സെഷനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഫൊറിയർ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യാനായിട്ടുള്ള ഒരു റിസൾട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ ലെറ്റ് us move on to the next result. It's a lemma. Suppose f belong to L2R. Let fn n from 1 to infinity be a sequence of functions such that fn and fn hat belong to L1R for each and fn converges to f in L2R. അപ്പം മൂന്ന് കാര്യങ്ങളാണ്. ഒരു സീക്വൻസ് എഫ് എൻ തന്നിട്ടുണ്ട് വിച്ച് ഇസ് കൺവേർജിങ് ടു എഫ് ഇൻ L2. സീക്വൻസ് ഇസ് ഇൻ L1R. ഒരു ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആണ് ദാറ്റ് ഇസ് കൺവേർജിങ് ടു എ സ്ക്വയർ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ. ഈ എഫ് എന്നും എഫ് എൻ ഹാറ്റും L1Rലാണ്. അങ്ങനെയാണെങ്കിൽ ദ സീക്വൻസ് എഫ് എൻ ഹാറ്റ് വിൽ കൺവേർജ് ടു സം ക്യാപിറ്റൽ എഫ് ബിലോങ് ടു L1R. അതായത് എഫ് എൻ എഫിലേക്ക് കൺവേർജ് ചെയ്യാൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രാൻസ്ഫോംസിൻ്റെ സീക്വൻസ് വിൽ കൺവേർജ് ടു സം എഫ്. പിന്നെ if gn is any other sequence of functions such that gn hat belong to L1R and gn converging to f, then gn hat also will converge to f. അതായത് ഇതേപോലെ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഇതിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു എഫ് എൻ തന്നിട്ടുണ്ട് വിത്ത് എഫ് എൻ ആൻഡ് എഫ് എൻ ഹാറ്റ് ബിലോങ് ടു L1R ആണെങ്കിൽ എഫ് എൻ ഹാറ്റ് വിൽ കൺവേർജ് ടു ക്യാപിറ്റൽ എഫ് എന്ന് പറഞ്ഞു. അതേപോലെ if you have another sequence gn converging to f such that gn and gn hat belong to L1R, അങ്ങനെയാണെങ്കിൽ gn hat will also converge to the same function f. അതാണ് രണ്ടാമത്തേത്. And the third one says if f belong to L1R intersection L2R, if it is both integrable and square integrable, then f hat is equal to this capital F. അപ്പോൾ ഇത് നമ്മൾ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യാനുള്ള ഒരു പകുതിയോളം ആയി എന്ന് വേണമെങ്കിൽ പറയാം. So let's move on to the proof. Given fn and fn hat belong to L1R, അത് രണ്ടും L1Rലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നത്തെ ലെമ്മ പറയുന്നത് എഫും എഫ് ഹാറ്റും L1Rലുണ്ടെങ്കിൽ എഫും എഫ് ഹാറ്റും L2Rലും ഉണ്ടാവുന്നതാണ്. ഒരു ഫംഗ്ഷനും അതിൻ്റെ ട്രാൻസ്ഫോമും രണ്ടും L1Rലുണ്ടെങ്കിൽ അത് രണ്ടും L2Rലും കൂടി ഉണ്ടാവും. സോ L2Rലുണ്ട്. ഓക്കെ, എഫ് എൻ കൺവേർജസ് ടു എഫ് എൻ L2R എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എഫ് എൻ L2Rലും കൂടി ഉണ്ടല്ലോ. സോ എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ L2R എന്ന് തന്നെ പറയില്ല. എഫ് എൻ ഓൾസോ ഇൻ L2R, എഫ് ഓൾസോ ഇൻ L2R. അപ്പോൾ ഈ സീക്വൻസ് എഫ് എൻ കോഷി സീക്വൻസ് ആണ്. ഓക്കെ, സ്കിപ്പ് ഇറ്റ് ദെയർ. ഇനി പ്ലാൻചറൽസ് ഫോമുല എന്താണ്? നോം എഫ് ഹാറ്റ് ഇസ് ഈക്വൽ ടു √2π നോം എഫ്. അപ്പോൾ നോം എഫ് എൻ ഹാറ്റ് മൈനസ് എഫ് എം ഹാറ്റ് ഇസ് ഈക്വൽ ടു √2π നോം എഫ് എൻ മൈനസ് എഫ് എം. ഇത് കോഷി ആയതുകൊണ്ട് ദിസ് ഓൾസോ വിൽ ബി കോഷി. So fn hat is a Cauchy sequence in a complete space L2R. So definitely it must converge, no? So it will converge to some f. അപ്പോൾ അതും നമുക്ക് കൺവേർജൻസസ് ആണെന്ന് കിട്ടി. എങ്ങനെയാണ് ചെയ്തത്? എഫ് എന്നും എഫ് എൻ ഹാറ്റും L1Rലുണ്ട്, അതുകൊണ്ട് തന്നെ അത് L2Rലുണ്ടാവും. എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ L2R എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ് എൻ ഇസ് ഇൻ L2R കൺവേർജിങ് ടു എഫ് ഇൻ L2R. അപ്പോൾ അത് കോഷിയായി. പ്ലാൻചറൽസ് ഫോമുല ഉപയോഗിച്ച് നമുക്ക് ഹാറ്റ് എന്നുള്ളത് എഫ് എൻ എഫ് എമ്മിലേക്ക് എത്തിക്കാൻ പറ്റും. ഇവിടെ കോഷി ആയതുകൊണ്ട് ഇതും കോഷിയായി. കോഷി സീക്വൻസ് ഇൻ കംപ്ലീറ്റ് സ്പേസ് L2R. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ കൺവേർജ് ടു സം എഫ്. ഇനി രണ്ടാമത്തേത് ആ ഒരു കൺവേർജൻസ് യുണീക്ക് ആണെന്ന് പറയാനാണ്. സോ gn ആൻഡ് gn ഹാറ്റ് എടുക്കുക. അപ്പോൾ L1Rലെ, അപ്പോൾ അത് L2Rലും ഉണ്ടാവും. അപ്പോൾ ഈ ആസ് പെർ ദിസ് വൺ ഇറ്റ് വിൽ കൺവേർജ്, gn ഹാറ്റ് വിൽ കൺവേർജ് ടു സം gn ഹാറ്റ് ജിയിലേക്ക് കൺവേർജ് ചെയ്യും. ഇനി നോം എഫ് മൈനസ് ജി ഒന്ന് കണ്ടുപിടിക്കാം. ജസ്റ്റ് ഇൻസേർട്ട് സം ടേംസ്. എഫ് മൈനസ് എഫ് എൻ ഹാറ്റ് പ്ലസ് എഫ് എൻ ഹാറ്റ് മൈനസ് gn ഹാറ്റ് പ്ലസ് gn ഹാറ്റ് മൈനസ് ജി. എഫ് എൻ ഹാറ്റും gn ഹാറ്റും ഇൻസേർട്ട് ചെയ്തു. സ്പ്ലിറ്റ് ഇറ്റ്. എഫ് മൈനസ് എഫ് എൻ ഹാറ്റ് ഇത് ടെൻസ് ടു 0 ആണ്. gn ഹാറ്റ് മൈനസ് ജി അതും ടെൻസ് ടു 0 ആണ്. ഇനി എഫ് എൻ ഹാറ്റ് മൈനസ് gn ഹാറ്റ് മാത്രമേ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ √2π പ്ലാൻചറൽസ് ഫോമുല വെച്ചിട്ട് √2π എഫ് എൻ മൈനസ് ജി എൻ ആണ്. അതിലേക്ക് അഗൈൻ എഫും കൂടി ഇൻസേർട്ട് ചെയ്യാം. √2π ഇൻറ്റു എഫ് എൻ മൈനസ് എഫ് പ്ലസ് എഫ് മൈനസ് ജി എൻ. ഇതും 0ലേക്ക് പോകും, ഇതും 0ലേക്ക് പോകും. സോ എൻറ്റയർ ടേം വിൽ ഗോ ടു 0 ആൻഡ് ദെയർഫോർ നോം എഫ് മൈനസ് ജി ഈക്വൽ ടു 0 മേക്കിംഗ് എഫ് ഈക്വൽ ടു ജി ഓർ ജി ഈക്വൽ ടു എഫ് ഇൻ L2R. ഓക്കെ, അത് ഡയറക്റ്റ് പോലെ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നും വരില്ല. ജസ്റ്റ് ഗോ ത്രൂ എനിവേ. ഇനി അപ്പോൾ അത് ഇൻ്റർസെക്ഷനിലുണ്ട് വിചാരിക്കുക. എഫ് L1R ഇൻ്റർസെക്ഷൻ L2Rലുണ്ട് എങ്കിൽ ദർ എക്സിസ്റ്റ് C2 L2Rലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ ഒരു C2 ഫംഗ്ഷൻ വിത്ത് കോമ്പാക്ട് സപ്പോർട്ട് കൊണ്ട് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും നമുക്കറിയാം. സോ നോം എഫ് മൈനസ് ജി ദർ എക്സിസ്റ്റ് C2 ഫംഗ്ഷൻ ജി വിത്ത് കോമ്പാക്ട് സപ്പോർട്ട് സച്ച് ദാറ്റ് നോം എഫ് മൈനസ് ജി ലെസ് ദാൻ എപ്സിലോൺ. ആൻഡ് ഓഫ് കോഴ്സ് L1Rലുള്ളതുകൊണ്ട് നോം എഫ് മൈനസ് ജിയും ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. ഓക്കെ,
അപ്പോൾ അങ്ങനെ ഒരു എഫ് നമുക്ക് L2Rലെ ഒരു എഫ് കിട്ടിയതുകൊണ്ട് ആ എഫിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വി ക്യാൻ ഫൈൻഡ് എ സീക്വൻസ് GN in L1R with GN hat also in L1R such that GN converges to F. ഓക്കെ, GN converges to F in L2R. ഇനി എഫ് L1Rലുള്ളതുകൊണ്ട് GN converges to F in L1R and in L2R എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെ ഒരു എഫ് L2Rലുള്ളതുകൊണ്ട്. Now for each theta belong to R, you just go through this difference. Mod GN hat of theta minus F hat of theta. Just go through the definition. Okay, the definition ആണ് GN hat of theta യുടേത് integral over R GN of x e raised to minus ix theta. ഇത് definition ആണ് that you may write as less than modulus of the integral is less than or equal to integral of the modulus, and that is equal to 1 norm GN minus F, and GN converges to F in L1R, so this is fine, or this will go to 0. അപ്പോൾ this also will go to 0. For each theta, mod GN hat of theta minus F hat of theta is less than or equal to 1 norm GN minus F, less, which is tending to 0. So irrespective of the point theta, this convergence will hold. എന്ന് വെച്ചാൽ GN hat converges to F hat uniformly on R. So ഈ convergence നമുക്ക് യൂണിഫോം ആയിട്ട് കിട്ടും. GN hat converges to F hat uniformly on R. Okay. ഇനി ബൈ 2 രണ്ടാമത്തേത് എന്താ പറയുന്നത്, നമുക്ക് വേറൊരു GN hat ഉണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ വിൽ കൺവേർജ് ടു സെയിം എന്നല്ലേ പറഞ്ഞത്. GN hat ബൈ 2 GN hat converges to F in L2R. GN hat converges, ഇപ്പോൾ കിട്ടിയത് എന്താണ്, GN hat converges to F hat uniformly on R എന്നാണ്. പക്ഷേ രണ്ടാമത്തെ റിസൾട്ട് 2 പറയുന്നത് GN hat converges to F in L2R എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഒരുപോലെയാണ് എന്ന രീതിയിൽ വേണം നമുക്ക് ചെയ്യാൻ, എഫ് ആൻഡ് എഫ് ഹാറ്റ്. അതിലൂടെയാണ് നമ്മൾ ആ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നൗ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റീജർ n, you consider the interval minus nn, closed interval minus nn. F hat is bounded on minus n. F hat ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്, സോ ഇറ്റ് is bounded on minus nn. അപ്പോൾ നമ്മൾ ഇത് ക്യാരക്ടറിസ്റ്റിക് അതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ കൺസിഡർ ചെയ്യുക, chi minus nn. You consider f hat on this interval, f hat chi minus nn. This will belong to L2R. അത് പിന്നെ ബൗണ്ടഡ് ആയില്ലേ, മീൻസ് ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്, ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു ഇൻ്റർവെലും ആണ്, സോ ഇറ്റ് ഈസ് ദെയർ ഇൻ L2R, സ്ക്വയർ ഇൻ്റഗ്രബിൾ ആയിരിക്കും. എഫ് ഹാറ്റ് chi മൈനസ് nn ബിലോങ് ടു L2R. അതുപോലെ തന്നെ ക്യാപിറ്റൽ എഫ് chi മൈനസ് nn അത് ഏതായിരുന്നു, അതിൻ്റെ കൺവേർജൻസ് ബൗണ്ടഡ് ഇതിൻ്റെ ലിമിറ്റാണ് കിട്ടിയിരിക്കുന്നത്, ദാറ്റ് ഓൾസോ ബിലോങ് ടു L2R. പിന്നെ ട്രയാങ്കുലർ ഇനീക്വാലിറ്റി നോക്കുക, നോം വെച്ചിട്ട് ഇൻ്റഗ്രൽ മൈനസ് n to n mod f of theta minus f hat of theta whole square d theta whole raised to half. That will be less than or equal to, just insert GN hat of theta. ഈ ഇതിൻ്റെ അകത്തേക്ക് GN hat of theta insert ചെയ്യുക, minus GN hat of theta plus GN hat of theta. You split it and you can see that it is less than or equal to norm f minus GN plus norm GN minus f1 into some root 2n. അപ്പോൾ GN converges to f ആയതുകൊണ്ട് this will go to 0, this also will go to 0. എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൈനസ് n to n mod f of theta minus f hat of theta square d theta raised to half is tending to 0. So for each value of n, this will go to 0. എന്ന് പറഞ്ഞാൽ as n tends to infinity also this will go to 0. എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓവർ r mod f of theta minus f hat of theta square d theta equal to 0. ഓക്കെ, അപ്പോൾ ത്രൂ ഔട്ട് ദ ഇൻ്റർവെൽ ആർ ഈ ഇൻ്റഗ്രൽ 0 ആണെങ്കിൽ ഇൻ്റഗ്രാൻഡ് ഓൾസോ വിൽ ബി 0 ഓൾമോസ്റ്റ് എവറിവെയർ. എന്ന് വെച്ചാൽ എഫ് ഈക്വൽ ടു എഫ് ഹാറ്റ് ഓൾമോസ്റ്റ് എവറിവെയർ ഓൺ ആർ. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയില്ലേ എഫ് ഹാറ്റ് ഡിഫൈൻ ചെയ്യാനായിട്ട്. സോ ഇഫ് എഫ് ഇസ് ഇൻ L1R ആൻഡ് L2R രണ്ടിലും ഉണ്ട് എങ്കിൽ നമ്മളെങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്ഫോം പറയുന്നത്, എഫ് ഹാറ്റ് ഇസ് ഈക്വൽ ടു എഫ്. പക്ഷേ ഈ എഫ് എന്തായിരുന്നു, എഫ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എഫ് എൻ ഹാറ്റ് അല്ലേ, എഫ് എൻ ഹാറ്റിൻ്റെ ലിമിറ്റാണ് എഫ്, അല്ലെങ്കിൽ ലിമിറ്റ് GN ഹാറ്റ് ആണ്. എഫ് ഇതിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ. ഓക്കെ, ലെറ്റ് us move on to the definition. Suppose f belong to L2R, let fn be a sequence of functions such that fn hat belong to L1R for each n, and fn converges to f in L2R. Then you define f hat as the Fourier transform of f to be f hat is equal to limit n tends to infinity fn hat. അതാണ് ഞാൻ പറഞ്ഞത്. എഫ് ഹാറ്റ് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഈ എഫിലേക്ക് കൺവേർജ് ചെയ്യുന്നൊരു സീക്വൻസ് എടുക്കുക FN L1R, അപ്പോൾ അതിന് FN ഹാറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ആ FN ഹാറ്റിൻ്റെ സീക്വൻസ് ഉണ്ടാക്കുക, അതിൻ്റെ ലിമിറ്റ് എന്താണോ ദാറ്റ് ഇസ് ഡിഫൈൻഡ് ടു ബി ദ ട്രാൻസ്ഫോം ഓഫ് എഫ് ഹാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി FN ഹാറ്റ്. അപ്പോൾ അതേപോലെ നമുക്ക് ചെക്കും ഡിഫൈൻ ചെയ്യാം, എഫ് ചെക്ക് ഇസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി FN ചെക്ക്. ഓക്കെ, സോ that is how we define the Fourier transform.
അപ്പോൾ എങ്ങനെയാണ് വേണ്ടത്? നമുക്ക് എഫിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം എഫ് ബിലോങ് ടു L2R ആണെങ്കിൽ എഫിൻ്റെ ഫുറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് യു കൺസ്ട്രക്ട് എ സീക്വൻസ് എഫ് എൻ ബിലോങ് ടു L1R സച്ച് ദാറ്റ് എഫ് എൻ കൺവേർജസ് ടു എഫ് എൻ L1Rലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ട്രാൻസ്ഫോം ഉണ്ടാവും, എഫ് എൻ ഹാറ്റ് ഉണ്ടാവും. ദിസ് എഫ് എൻ ഹാറ്റ് വിൽ കൺവേർജ് ടു എ ഫംഗ്ഷൻ which is defined to be the transform of f. അങ്ങനെയാണ് നമ്മൾ എഫിൻ്റെ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യുന്നത്. ഒരു എഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോം ഡിഫൈൻ ചെയ്യാനായിട്ട് അതിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഓഫ് L1R ഫംഗ്ഷൻസ് എടുക്കുക, അതിൻ്റെ ട്രാൻസ്ഫോംസ് എടുക്കുക, അത് കൺവേർജ് ചെയ്യുന്ന പോയിൻ്റ് എന്താണോ, ഫംഗ്ഷൻ എന്താണോ, ദാറ്റ് ഈസ് ദി ട്രാൻസ്ഫോം ഓഫ് എഫ്. അപ്പോൾ അത്രയും ഒരു പ്രോസസ്സാണ് വേണ്ടത്. ഓക്കെ, ഇനി കുറച്ച് ഒന്ന് രണ്ട് റിമാർക്ക്. എഫ് ചെക്ക് എന്ന് പറയുന്നത് എഫ് ചെക്ക് ഓഫ് എക്സ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ചെക്ക് ഓഫ് എക്സ് നമുക്കറിയാം. പക്ഷേ L1Rലെ എഫ് എൻ ചെക്ക് എന്ന് പറയുന്നത് എഫ് എൻ ഹാറ്റ് ഓഫ് -x 1/2π എഫ് എൻ ഹാറ്റ് ഓഫ് -x. ഈ ചെക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഹാറ്റ് ഓഫ് -x. സോ ഇറ്റ് ഈസ് 1/2π എഫ് ഹാറ്റ് ഓഫ് -x. സോ എഫ് ചെക്ക് ഓഫ് എക്സ് ഇസ് 1/2π എഫ് ഹാറ്റ് ഓഫ് -x. അങ്ങനെ നമുക്ക് മീൻസ് റിലേറ്റ് ചെയ്യാം ഹാറ്റ് ആൻഡ് ചെക്ക്. ഓക്കെ, ദ നെക്സ്റ്റ് ഇസ് ഇറ്റ്സ് എ ലെമ്മ. അത് L1Rലുള്ളതുപോലെ L2Rലെയും. സപ്പോസ് എഫ് ജി ബിലോങ് ടു L2R, then we have the Parseval's relation, Plancherel's formula, same thing with respect to check also. ഇതെല്ലാം L2Rൽ, L1Rൽ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, yes, we have f hat is equal to limit n tends to infinity f n hat. This is the definition where f n is a sequence of functions that such that f n hat belong to L1R and f n converges to f n L2R. അതുപോലെ തന്നെ ജി ഹാറ്റ് എന്ന് പറഞ്ഞാൽ സെയിം തിങ് വിത്ത് ജി ആണ്. ഇനി അപ്പോൾ എഫും ജിയും എഫ് ഹാറ്റ് ജി ഹാറ്റ് ഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എഫ് എൻ ജി എൻ ഒക്കെ വേണം. ഇനി നമ്മൾ ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് ജിയുടെ അല്ലേ പ്രൂവ് ചെയ്യേണ്ടത്. സോ വാട്ട് ഈസ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് ജി? എഫ് ഇസ് limit n tends to infinity fn, g is limit n tends to infinity gn. So inner product f g is limit n tends to infinity fn gn because inner product is continuous ആണ്, ലിമിറ്റ് ഉം ഇന്നർ പ്രൊഡക്റ്റും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും. സോ മോഡ്ലെസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് എൻ ജി എൻ മൈനസ് എഫ് ജി, ഒരു എഫ് എൻ ജി ഇൻസേർട്ട് ചെയ്യുക, എഫ് എൻ ജി മൈനസ് പ്ലസ് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് റീഅറേഞ്ച് ചെയ്യുക. So that you are getting it as less than or equal to norm fn norm gn minus g plus norm fn minus f into norm g. അപ്പോൾ ഇതും സീറോയിലൊക്കെ പോകുന്നുണ്ട്. സോ all together goes to 0. So limit fn inner product fn gn is equal to fg. Okay, so therefore അതേപോലെ തന്നെ ലിമിറ്റ് എഫ് ഹാറ്റ് ജി ഹാറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് n tends to infinity fn hat g hat ആയിരിക്കും, gn hat ആയിരിക്കും. അപ്പോൾ ഇത് എഫ് എനും ജി എനൊക്കെ L1Rലല്ലേ. L1Rൽ നമുക്ക് എന്താണ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് ഹാറ്റ് ജി ഹാറ്റ് ഇസ് 2π ഇന്നർ പ്രൊഡക്റ്റ് എഫ് ജി ഉണ്ടല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യുക. ആൻഡ് സോ യു ആർ ഗെറ്റിംഗ് എഫ് ഇന്നർ പ്രൊഡക്റ്റ് എഫ് ഹാറ്റ് ജി ഹാറ്റ് ഈക്വൽ ടു 2π ഇന്നർ പ്രൊഡക്റ്റ് എഫ് ജി ഫോർ എഫ് ജി ബിലോങ് ടു L2R ഓൾസോ. L1Rലെ റിസൾട്ടാണ്, അതായത് ഇത് L1Rലെ ആണെന്നുള്ളത് നമ്മൾ സ്റ്റേറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ആൻഡ് രണ്ടാമത്തേതിന് റീപ്ലേസ് ജി ബൈ, അതായത് ഇത് പാർസിവൽസ് ഫോർമുല, പ്ലാഞ്ചറൽസ് റിലേഷൻസിന് റീപ്ലേസ് ജി ബൈ എഫ് ഇൻ 1. ഓക്കെ, അത് എവിടെയായാലും അത് തന്നെയാണ്. ഇനി ചെക്ക് വെച്ചിട്ടാണ് ചെയ്യേണ്ടതെങ്കിലോ, ചെക്കിൻ്റെ ആണെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എഫ് ചെക്ക് ജി ചെക്ക് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ ആർ എഫ് ചെക്ക് ഓഫ് എക്സ് ജി ചെക്ക് ഓഫ് എക്സ് ബാർ ഡി എക്സ്. അതിനകത്ത് യു യൂസ് ദ റിലേഷൻ എഫ് ചെക്ക് ഓഫ് എക്സ് ഇസ് 1/2π ഇൻ്റഗ്രൽ 1/2π എഫ് ഹാറ്റ് ഓഫ് മൈനസ് എക്സ്. ജസ്റ്റ് അത് യൂസ് ചെയ്തു, മൈനസ് എക്സിന് പകരം എക്സ് എഴുതി, സെയിം തിങ്, അതൊന്നും പറയാനൊന്നുമില്ല. ആൻഡ് റീപ്ലേസ് ജി ബൈ എഫ് എൻ 3 to get 4, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ആൻഡ് ദ കൊറോളറി, ദറ്റ്സ് നത്തിങ് ടു സേ, ജസ്റ്റ് നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഉള്ളതാണത്. ഇഫ് എഫ് ബിലോങ് ടു L2R, എഫ് എൻ ഇസ് എ സീക്വൻസ് ഓഫ് L2 ഫംഗ്ഷൻസ് സച്ച് ദാറ്റ് എഫ് എൻ കൺവേർജസ് ടു എഫ്, then എഫ് എൻ ഹാറ്റ് കൺവേർജസ് ടു എഫ് ഹാറ്റ് ഇൻ L2R ആൻഡ് എഫ് എൻ ചെക്ക് കൺവേർജസ് ടു എഫ് ചെക്ക് ഇൻ L2R. എഫ് എൻ ഹാറ്റ് മൈനസ് എഫ് ഹാറ്റ് എന്ന് പറഞ്ഞാൽ √2π എഫ് എൻ മൈനസ് എഫ് നോം. എഫ് എൻ കൺവേർജസ് ടു എഫ് ആയതുകൊണ്ട് ദിസ് വിൽ ഗോ ടു 0, സോ ദിസ് ഓൾസോ വിൽ ഗോ ടു 0. അതുപോലെ ചെക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. നത്തിങ്. ഇനി ഉള്ളത് ഇതാണ് ഫൊറിയർ ഇൻവേർഷൻ ഓൺ L2R. ഫോർ എഫ് ബിലോങ് ടു L2R, ഇത് ഓരോന്നും തന്നെ L1ലെയും L2ലെയൊക്കെ വ്യത്യാസം ഉണ്ടാവും, അതൊന്ന് ശ്രദ്ധിച്ച് പഠിക്കണേ. ഫോർ എഫ് ബിലോങ് ടു L2R, എഫ് ഹാറ്റ് ചെക്ക് ഇസ് ഈക്വൽ ടു എഫ് ആൻഡ് എഫ് ചെക്ക് ഹാറ്റ് ഈക്വൽ ടു എഫ്. ഫൊറിയർ ട്രാൻസ്ഫോം ഹാറ്റ് ഇസ് ബൈജക്റ്റീവ് വിത്ത് ഇൻവേഴ്സ് ചെക്ക്. ഓക്കെ, സോ നമുക്കത് ഒന്ന് നോക്കിയാൽ മതി, ഇത് ഒരെണ്ണം നോക്കിയാൽ തന്നെ മറ്റേത് കിട്ടും. എഫ് ഹാറ്റ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ സീക്വൻസ് എഫ് എൻ ഇൻ L1R സച്ച് ദാറ്റ് എഫ് എൻ ഹാറ്റ് ബിലോങ് ടു L1R വിത്ത് എഫ് എൻ കൺവേർജസ് ടു എഫ് ഇൻ L2R. ഓക്കെ, സോ എഫ് ഹാറ്റ് ഇസ് ലിമിറ്റ് n tends to infinity എഫ് എൻ ഹാറ്റ്. ഇനി എഫ് ഹാറ്റ് ചെക്കോ, ഇതിൻ്റെ ചെക്ക്, പക്ഷേ ഈ ചെക്കും ഹാറ്റും ഒക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ആണ്, അപ്പോൾ ലിമിറ്റും ഇതും ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റും.
സോ ലിമിറ്റ് എഫ് എൻ ഹാറ്റ് ഹോൾ ചെക്ക് എന്നുള്ളത് ലിമിറ്റ് എഫ് എൻ ഹാറ്റ് ചെക്ക് എന്ന് എഴുതാം. പക്ഷേ എഫ് എൻ L1Rലാണ്, അവിടെ ഫൊറിയർ ഇൻവേർഷൻ തിയറം ഉണ്ട്. സോ എഫ് എൻ ഹാറ്റ് ചെക്ക് ഇസ് ഈക്വൽ ടു എഫ് എൻ. സോ ലിമിറ്റ് n ടെൻസ് ടു എഫ് എൻ ഇസ് എഫ്. സോ എഫ് ഹാറ്റ് ചെക്ക് ഇസ് ഈക്വൽ ടു എഫ്. സോ ഈ L2Rലെ മിക്കവാറും ചെയ്യുമ്പോൾ നമ്മൾ L1Rലേത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ എഫ് ചെക്ക് എന്ന് പറയുന്നത് ലിമിറ്റ് എഫ് എൻ ചെക്ക്. സോ എഫ് ചെക്ക് ഹാറ്റ് ഇസ് ലിമിറ്റ് എഫ് എൻ ചെക്ക് ഹോൾ ഹാറ്റ് using continuity of hat, limit fn check hat, limit fn f. ഓക്കെ, സോ അത് രണ്ടുമായി. പിന്നെ ബൈജെക്ഷൻ പറയാൻ അല്ലേ, എഫ് ഹാറ്റ് ഈക്വൽ ടു ജി ഹാറ്റ് ആയാൽ എഫ് ഹാറ്റ് ചെക്ക് ഈക്വൽ ടു ജി ഹാറ്റ് ചെക്ക് ആണ്. സോ എഫ് ഈക്വൽ ടു ജി ആയി 1 ആയി. അതൊക്കെ ഒന്നും ചെയ്യാൻ പറയാനൊന്നുമില്ല, നിങ്ങളത് വായിച്ചു പോയാൽ തന്നെ മതിയാവും. അതുപോലെ നമ്മൾ ഏതൊരു എഫ് L2Rൽ എടുത്താലും വി ക്യാൻ ഫൈൻഡ് എൻ എഫ് ചെക്ക് ബിലോങ് ടു L2R വിത്ത് എഫ് ചെക്ക് ഹാറ്റ് ഇസ് ഈക്വൽ ടു എഫ്. അപ്പോൾ ഓൺ ടു ആയി. സോ ബൈജെക്ഷൻ. സോ ദാറ്റ് ഇസ് ദി ഇൻവേർഷൻ തിയറം. ഓക്കെ, അപ്പോൾ ഇത് L2Rലേത് ചെയ്യാൻ L1Rലേത് യൂസ് ചെയ്യുന്നുണ്ടോ എന്നേ ഉള്ളൂ. സോ ഇത്രയുമാണ് നമ്മുടെ റിമൈനിങ് പോർഷൻസ് ഉള്ളത്. സോ ദാറ്റ്സ് ഓൾ. ഗോ ത്രൂ ഇറ്റ് വെൽ. ഇതൊന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചാൽ തന്നെ മുഴുവനും കിട്ടുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ.